ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ക്ലബ് മഹീന്ദ്ര റിസോർട്ട്, അരികുട്ടിയിലുള്ള റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിൽ കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 5:45 6 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ക്ലബ് മഹീന്ദ്ര റിസോർട്ട് അരികൂട്ടി അതിലേക്കാണ് ആദ്യം പോയത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റിസോർട്ട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല പുട്ടും കടലയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചിറങ്ങുമ്പോൾ ഭയങ്കര മഴ, നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ റിസോർട്ടിൽ തന്നെ തിരിച്ചു പോവാണ്. രണ്ടുപേരുടെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട് രാവിലെ നേരത്തെ എണീച്ചത് കാരണം. പിന്നെ ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ ഒരു അരികുട്ടി പാലം അടിപൊളിയായിട്ടുണ്ടായിരുന്നു വ്യൂ. പക്ഷേ മഴയായത് കാരണം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റിയില്ല. ആ പാലത്തിൽ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു പാലമാണിത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഞങ്ങളിത് ആ റിസോർട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ റിസപ്ഷനിലൊക്കെ പോയി ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഇത്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഫുൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൂംസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റൂം 11 മണിക്കാണ്. ഞങ്ങൾ എത്തുമ്പോൾ ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഉച്ചയ്ക്ക് വന്ന് കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി ഉറങ്ങി എണീച്ച് ഫ്രഷായ പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല കാളാഞ്ചിയും കൂന്തളം ചെമ്മീനും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഫുഡാണ്, സ്റ്റാർ ഫുഡത്തെ. പിന്നെ വന്നു കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ സർപ്രൈസായിട്ട് എൻ്റെ കസിൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവരാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോൾ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഒരു വാക്കുമല്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സർപ്രൈസായിട്ട് വന്നതാണ്. തൊട്ടപ്പുറത്ത് വീടായിട്ട് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ വരണമെന്നും. ലാസ്റ്റ് ഞങ്ങൾ മോർണിംഗ് 10:30 ആകുമ്പോൾ എത്തി. അവർ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പോൾ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്ന് പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കളിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ അടിപൊളിയായിട്ട് ക്യാരം ബോർഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. അടിപൊളിയായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അരികുട്ടിയിൽ തന്നെയുള്ള ഒരു വിഹാര റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി പോയിട്ടോ. ഇവിടെ അതേപോലെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചു. ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, കാന്താരി ചിക്കൻ കൊണ്ടാട്ടം, അതേപോലെ തന്നെ അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അവർ തന്നെ നമുക്ക് ടൂത്ത് ബ്രഷും പേസ്റ്റൊക്കെ നമുക്ക് തരും. അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് ബ്രഷ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായതിന് ശേഷം ഞങ്ങൾ മോർണിംഗ് തന്നെ കറങ്ങാൻ പോവാണ്. രാവിലെ 6:15 സമയം കേട്ടോ. ഇതാണ് നമ്മളുടെ റിസോർട്ട് റൂം വരുന്നത് കേട്ടോ. ഇതാണ് റൂം. അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് സമയം 6:15 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയിലുള്ള ഒരു ബീച്ചിലേക്കാണ് പോയത് കേട്ടോ. അപ്പം ഫോട്ടോ വെച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവിടെ രാവിലെ പോയിട്ട്. പക്ഷെ മഴയായത് കാരണം ഞങ്ങൾ അത്ര നേരം നിന്നില്ല. കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പോയി. പിന്നെ പോയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ പോയത്. മറൈൻ ഡ്രൈവിൽ പോയി കുറച്ച് നേരം നിന്നതിന് ശേഷം
പിന്നെ തിരിച്ച് നമ്മൾ റിസോർട്ടിൽ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ വന്നിട്ട് പൂളിൽ കളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം പൂളിക്കൊക്കെ ഇറങ്ങിയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഞങ്ങൾ ഒരു 11 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് കായലിൻ്റെ അരികത്തൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ടൈമിന് മുന്നേ ഇവിടെ കുറച്ച് ഓണപരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഹാപ്പി ഹബിലോട്ട് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന ഗെയിമൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ വരുമ്പോൾ നല്ല മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ വരുന്ന വഴിയിൽ ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.